എക്സ്പെരിമെന്റ് ചെയ്താലോ എന്താ വെച്ചാലേ ഒരു സ്പ്രേ ഉണ്ടാക്കണേ. ഫസ്റ്റ് വേണ്ട ഗൈസ്ലിന്, പിന്നെ എന്താ വേണ്ട വെച്ചാൽ ലാവൻഡർ ടീ, ചായപ്പൊടിയാണ് പ്രശ്നത്തിലായിട്ട് തോന്നുക, ഫണല്, ഫുഡ് കളറിങ്, അക്വാട്ടിക് ഫ്രാഗ്രൻസ് മണം, ബിഗ് മെഷറിംഗ് ബീക്കർ, സ്മോൾ മെഷറിംഗ് ബീക്കർ, പിന്നെ എന്താ വേണ്ടത് സ്പ്രേയുടെ ബോട്ടിൽ, പ്ലാസ്റ്റിക് സ്പാച്ചുല, വുഡൻ സ്പാച്ചുല, ഇതിൻ്റെ പ്ലാസ്റ്റിക് സ്പാച്ചുല പൊട്ടിയതാണ്, ഫിൽറ്റർ പേപ്പർ, ഡോക്ടർ. എന്നാൽ തുടങ്ങിയാലോ. എന്താ പ്രശ്നം ചെയ്യുക വെച്ചാൽ ഞാൻ ഇതിങ്ങനെ എടുക്കുക, ഒരു ഇതെടുക്കുക, എന്താ പറയുക പ്ലാസ്റ്റിക് പാച്ചുല, സോറി ഇതാ ഒരു ടീസ്പൂൺ ഇല്ലേ ലാവൻഡർ ടീ എടുക്കുക, കൊടുക്കുക ഒരു ടീസ്പൂൺ ആയിട്ട്, ഒരു ടീസ്പൂൺ ആയിട്ട് ഇങ്ങനെയല്ലേ. ഇനി പോയി സ്മോൾ മെഷറിംഗ് ബീക്കർ എടുക്കുക. ഇതിൽ 20 ml വെള്ളം ഒഴിക്കുക. വെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനോട് ഇങ്ങനെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു വുഡൻ സ്പാച്ച് എടുക്കുക, അതിനകത്ത് വുഡൻ സ്പൂൺ, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യേ, നല്ലോണം പറഞ്ഞാൽ ഭയങ്കര മിക്സ് ചെയ്യണേ. ഒരു ബ്രൗൺ കളറാണ്, നല്ലോണം ബ്രൗൺ ആണേ, ഒരു ബ്രൗണിഷ് പോലെ. ഒരു ബ്രൗണിഷ് ഒക്കെ മതി, ബ്രൗണിഷ് മതി. ഈ സൈഡ് കൂടെ അത് നല്ല പോലെ ഓക്കെ ആയിട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബുക്ക് കഴിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 20 മിനിറ്റ് കാത്തിക്കുക. 20 മിനിറ്റ് കാത്തിക്കുക. ഓക്കെ 20 മിനിറ്റ് ആയിട്ടോ ഗൈസ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫിൽറ്റർ പേപ്പറിനല്ലേ മടക്കുക, അത് വീണ്ടും മടക്കുക, മടക്കുക ഓക്കല്ലേ. അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നത് ബോട്ടില്ല. നിങ്ങൾ അവിടെ വരക്കാം. എന്നിട്ട് എളുപ്പത്തിന് വേണ്ടി വേണമെങ്കിൽ ഞാക്കല്ലേ ആക്കാം. ഇതൊക്കെ ആൾക്കാർ കണ്ടു തരുന്നു. 20 മിനിറ്റ് ആയിട്ടോ. ഇനി നമുക്ക് ഒരു ഫിൽറ്റർ പേപ്പറിനല്ലേ ഇതിനെങ്ങനെയാണ് കൊടുക്കാം. പോകുന്ന ഒരു ഇതുണ്ടാകും കേട്ടോ, ഒത്തിരി ടൈറ്റ് ആക്കി തന്നെ കൊടുക്കാം. വെച്ചിട്ടില്ലേ എന്താ ചെയ്യുമ്പോ ഇതിനോട്ട് വയ്ക്കാം. ഇത്തിരി ഗൈസ്ലിന് വയ്ക്കാം. നമുക്ക് ഇതൊക്കെ വയ്ക്കാം. ഇനിയല്ലേ വേറെ ഒരു ഡ്രോപ്പ് എടുക്കുക.
എന്നിട്ടില്ലേ 2 മില്ലി ടീൻ്റെ സൊല്യൂഷൻ ഇതിലേക്ക് വയ്ക്കാം. ഈ സ്പ്രേനോട് ആകെ 2 മില്ലി മതിയാകും. നമുക്ക് ഇത് ഈ സ്പ്രേ ബോട്ടിലേക്ക് ഉപയോഗിക്കാം. ഇതില്ലേ വേറൊരു ഡോക്ടർ എടുക്കുക. 3 ഡോക്ടർ കണക്കിന് അല്ലെങ്കിൽ മറ്റേ ആദ്യത്തെ ഡോക്ടറിനോട് എഴുതിയാൽ മതി. 3 തുള്ളി കളറാക്കുക. 3 തുള്ളി മതിയാ. 1 2 3 വേണ്ടല്ലോ. 5 ഡ്രോപ്സ് ഓഫ് ഫ്രാഗ്രൻസ്. എൻ്റെ അർത്ഥം നല്ല അക്വാട്ടിക് ഫ്രാഗ്രൻസ്, നല്ല മണമുള്ള സാധനം. അഞ്ച് ഡ്രോപ്സ് അല്ലേ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, 5. അത്ര മതിയോ? എന്നിട്ട് ചെയ്യണം. ഇങ്ങനെ അടക്കട്ടെ. എന്നിട്ട് ഞാൻ ഇത്തിരി വെള്ളം എടുത്ത് വരാം. സ്മോൾ മെഷർ. നമുക്ക് ഈ 10 മിനിറ്റ് വെള്ളം നോക്കുന്നത് അത് ഇതിലേക്ക് ഒഴിക്കുക. ഒരു പച്ച കളർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങോട്ട് അടയ്ക്കണം. ടൈറ്റ് ആയിരിക്കണം. നല്ലോണം മിക്സ് ചെയ്യാം. നല്ല മിക്സ് ഉണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് ഇതൊരു ഉണങ്ങിയ സ്ഥലത്ത് വെക്കാം. ഞാൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇല്ലേ അത് റെഡി ആക്കി കേട്ടോ. ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പം 15 മിനിറ്റ് ആയേ. ഇനി നമുക്ക് സ്പ്രേ റെഡി ആയിട്ടോ. ഇനി നമുക്കൊന്ന് ഒത്തിരി കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇട്ടോ. നല്ല മണമേ. നല്ല രസം കിട്ടോ ഗൈസ്. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സാധനം. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ്. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക പ്ലീസ്. താങ്ക് യു. അപ്പോൾ സ്പ്രേ റെഡി ആയിട്ടോ. 15 മിനിറ്റ് ആയേ. ഇനി നമുക്കൊരു ടെസ്റ്റ് നോക്കണേ. നല്ലോണേ. നല്ല രസമുണ്ട്. ഇത് മസ്റ്റ് ട്രൈ ആണേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.